ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈദയും മുട്ടയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ക്യാരറ്റ് റവ കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 250 ml ഒരു കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ക്യാരറ്റ്, മിൽക്ക്, ഷുഗർ, ഏലക്കായ, ബേക്കിംഗ് പൗഡർ, സോഡാപ്പൊടി, സൺഫ്ലവർ ഓയിൽ, വിനാഗിരി ഇതൊക്കെ വേണം. ആദ്യം 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 125 ഗ്രാം ഉണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് കുറച്ച് ലാസ്റ്റ് മേലെ ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് മിൽക്ക് ഇതൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് അരച്ചെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത്. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, 1 നുള്ള് ഉപ്പ്, ഏലക്കായ പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ 7 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതിനടിയിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദപ്പൊടി എല്ലായിടത്തും ഒന്ന് വിതറിയിട്ട് കൂടുതലുള്ളത് തട്ടിക്കളയാം. ഇനി ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനടിയിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. വിനാഗിരി ചേർത്താൽ പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. ഇനി ഇതിന് മീതെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുള്ള ഇഡ്ഡലി ചെമ്പ് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് കേക്ക് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. 30-35 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവും. 30 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി. എന്നിട്ടിത് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പം ഇതിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇനി ഇതിന് ചുറ്റും ഒരു കത്തി കൊണ്ടൊന്ന് വിടുവിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി ഇത് കമത്തി വെച്ചൊന്ന് തട്ടി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.